കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദി ലോർഡ്. നാം ഈ ദിവസങ്ങളിൽ കേട്ടുവരുന്ന, വളരെയധികം കണ്ടുവരുന്ന, പത്രങ്ങളിലൂടെയൊക്കെ വായിച്ച് മനസ്സിലാക്കുന്ന, ടെലിവിഷനിലെല്ലാം ന്യൂസിലൂടെ കേൾക്കുന്ന ഒരു കാര്യമാണ് വളർന്നു വരുന്ന ആത്മഹത്യ. ചെറിയ കാരണങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഈ ദിവസങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, വലിയ ഒരു രോഗം വരുമ്പോൾ, ഒരു സാമ്പത്തിക തകർച്ചയുണ്ടാകുമ്പോൾ, ആരൊക്കെയോ ചതിച്ചു എന്ന് ബോധ്യപ്പെടുമ്പോൾ, ഒരു കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെടുമ്പോൾ, പരീക്ഷയിൽ തോറ്റുപോകുമ്പോൾ, എന്തിനും ഏതിനും ചെറിയ ചെറിയ കാരണങ്ങൾക്ക് പോലും ഇന്ന് ആത്മഹത്യയുടെ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം വഴിമുട്ടിപ്പോയി, ഇനി മുമ്പോട്ട് പോകാനായിട്ട് മറ്റൊരു വഴിയില്ല, എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടിരിക്കുന്നു, ഇതാ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി മുമ്പോട്ട് പോകാൻ തീരെ വയ്യ, ഈ രോഗത്തിൽ നിന്ന് കരകയറാനായിട്ട് ഒരു മാർഗവുമില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു ചേരുമ്പോഴാണ് മിക്കവാറും ഇവർ ആത്മഹത്യക്ക് ഒരുങ്ങുന്നത്. അവസാന നിമിഷത്തിൽ ഇനി മുമ്പോട്ട് വയ്ക്കാനായിട്ട് മാർഗമില്ല എന്ന് തോന്നുമ്പോൾ, ജീവിതം വഴിമുട്ടി നിൽക്കുന്നു എന്ന് അനുഭവപ്പെടുമ്പോൾ, ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, അവസാന നിമിഷത്തിൽ, മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അത്ഭുതകരമായി, അതിശയപരമായി ദൈവം ഇടപെട്ട് കുടുംബങ്ങളെ, വ്യക്തികളെ രക്ഷിച്ച ചില വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളാണ് നാം ഇപ്പോൾ ധ്യാന വിഷയമായിട്ട് എടുക്കുക. വിധവകളാണ് അന്നും ഇന്നും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന വ്യക്തികൾ. അവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല, അവരെ സഹായിക്കാൻ ആരുമില്ല, അവരെക്കുറിച്ച് ചിന്തിക്കാനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി കൊടുക്കുവാനോ സമൂഹത്തിൽ നാം അധികം ആൾക്കാരെ ആരും കാണുന്നില്ല. എന്നാൽ ഇതാ ചില വിധവകളുടെ കഥ നമുക്ക് ഈ നിമിഷം നോക്കാം. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 17:8 സറേഫാത്തിലെ വിധവയുടെ അരികിലേക്ക് പോകുന്ന ഏലിയ പ്രവാചകനെ കുറിച്ച് നാം കാണുന്നുണ്ട്. കർത്താവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ പ്രവാചകൻ ആ വിധവയുടെ അരികിലേക്ക് പോകുക. ഏലിയ പ്രവാചകൻ ആ വിധവയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ, ആ വിധവ ഇതാ അല്പം വിറക് ചുള്ളികൾ പെറുക്കിയെടുക്കുകയാണ്. അവർ ഇങ്ങനെയാണ് പറയുക: ഞാനിതാ എൻ്റെ അവസാനത്തെ ആഹാരം ഉണ്ടാക്കാൻ പോകുകയാണ്. ഒരല്പം മാവും ഒരല്പം എണ്ണയും മാത്രമാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ബാക്കിയുള്ളത്. ഇതിൽ നിന്ന് ഒരു അപ്പമുണ്ടാക്കി ഞാനും എൻ്റെ മകനും ഭക്ഷിക്കും. അതിനുശേഷം ഞങ്ങൾ മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏലിയ പ്രവാചകൻ ആ വിധവയോട് പറയുന്നു: ആദ്യം നീ എനിക്ക് ഒരു അപ്പമുണ്ടാക്കി തരിക. അവർ ഭക്ഷിച്ചു. ദൈവവചനം ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുക: അതിനുശേഷം ആ മാവ് ആ വീട്ടിൽ കുറഞ്ഞു പോയിട്ടില്ല, ഭരണിയിലുണ്ടായിരുന്ന എണ്ണ തീർന്നു പോയില്ല എന്ന്. ജീവിതം വഴിമുട്ടി നിന്നപ്പോൾ, ആത്മഹത്യക്ക് ഒരുങ്ങാനായിട്ട് പോയ ആ നിമിഷം, ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ ഇതാ ഇടപെടുന്ന, അത്ഭുതകരമായി, അതിശയകരമായിട്ട് ഇടപെടുന്ന ദൈവം. മറ്റൊരു വിധവയെ നമുക്ക് കാണാം. തോബിത്തിൻ്റെ പുസ്തകത്തിൽ റഗ്വേലിൻ്റെ മകൾ സാറ 7 പ്രാവശ്യം അവൾ വിവാഹം കഴിച്ചു. എല്ലാ 7 പ്രാവശ്യവും ആദ്യ രാത്രിയിൽ തന്നെ ഒരു പൈശാചിക ശക്തി അവരെ ആക്രമിച്ച് ഈ എല്ലാ ഭർത്താക്കന്മാരെയും വധിച്ചു കളഞ്ഞു. ആദ്യ രാത്രിയിൽ തന്നെ വിധവയാകേണ്ടി വന്ന ഈ സാറ ഒത്തിരി വിഷമിച്ചു. അതിനേക്കാൾ ഉപരി അവളെ പരിഹസിച്ച് കുറ്റപ്പെടുത്തി അവളുടെ പരിചാരികമാർ അവളുടെ അരികിലേക്ക് വരികയും
അവളെ കളിയാക്കുകയും ചെയ്തപ്പോൾ ഇനി ആത്മഹത്യയെ മാർഗമുള്ളൂ, തൂങ്ങിച്ചാകാം എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് വീണ്ടും അതിശയകരമായിട്ട് ദൈവം ഇടപെടുക കൊച്ചു തോബിയാസിലൂടെ. റഫേൽ മാലാഖയുടെ സഹായത്തോടുകൂടെ തോബിത്തിൻ്റെ മകൻ തോബിയാസ് ഇതാ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. സാറയുമായിട്ട് പരിചയപ്പെടുകയാണ്. പണ്ട് കിട്ടാനുള്ള പണം തിരികെ വാങ്ങിക്കാനായിട്ട് അവൻ അവിടെ ചെന്നതാണ്. സാറയുമായിട്ട് പരിചയപ്പെടുന്നു. അത് വിവാഹത്തിൽ അവസാനിക്കുന്നു. ആദ്യ രാത്രിയിൽ ഇവനും മരിച്ചു പോയേക്കും എന്ന് കരുതി, എന്ന് വിശ്വസിച്ച് കല്ലറ പണിതുകൊണ്ടിരുന്ന, ശവക്കുഴി പണിതുകൊണ്ടിരുന്ന റെഗുവേലും കൂട്ടരും അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇതാ അവൻ രക്ഷപ്പെടുകയാണ്. റെഗുവേലിൻ്റെ പുത്രി സാറയിൽ, അവളുടെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം. പുതിയ നിയമത്തിലും നമുക്ക് വിധവകളെ കാണാം. പ്രത്യേകിച്ച് നായിനിലെ ഒരു വിധവയെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നായിനിലെ വിധവയ്ക്ക് ആകെ ഒരു മകനായിരുന്നു. ആ മകൻ മരിച്ചു. അവൻ്റെ ശവശരീരവും പേറിക്കൊണ്ട് ശവമഞ്ചവുമായിട്ട് ഒത്തിരി പേര് ഇതാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് അവർക്ക് എതിരെ വന്നു. കരഞ്ഞ് വിലപിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ജനത്തിനോട് കർത്താവ് പറഞ്ഞു, നിൽക്കുക. യേശു ആ ശവമഞ്ചത്തിൽ തൊട്ടു. അതിനുശേഷം യുവാവിനോട് പറഞ്ഞു, എഴുന്നേൽക്കുക. അവൻ ജീവനിലേക്ക് തിരിച്ചു വന്നു. ഈ വിധവയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവ് മരിച്ചിട്ട് അധികം നാളായിട്ടില്ല. ഭർത്താവിൻ്റെ ശവശരീരം ചുമന്നുകൊണ്ടു പോകുന്ന ആ മഞ്ചയുടെ ഓർമ്മ ഇപ്പോഴും അവളെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഓർമ്മ പോലും ഒരു മുറിവായിട്ട് അവളുടെ ഹൃദയത്തിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൾക്ക് സൗഖ്യം നൽകിക്കൊണ്ട് ഇവനെ ജീവനിലേക്ക് കൊണ്ടുവരുന്നത് മാത്രമല്ല, ഇവളുടെ ഈ നൊമ്പരപ്പെടുത്തുന്ന, മുറിപ്പെടുത്തുന്ന ഓർമ്മയും സൗഖ്യപ്പെടാൻ വേണ്ടിയാണ് ആ ശവമഞ്ചത്തിൽ കർത്താവായ ദൈവം കരങ്ങൾ വയ്ക്കുക. ജീവിതത്തിൻ്റെ അവസാന നിമിഷം ഇടപെട്ട ദൈവം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ, ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയാൽ, രോഗത്താലോ മറ്റേതെങ്കിലും കാരണത്താലോ നീ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല, ഇതാ എല്ലാം അവസാനിച്ചു, ജീവിതം വഴിമുട്ടി, എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടു എന്ന് നീ വിചാരിക്കുമ്പോൾ നമുക്കുള്ളത് അതിശയങ്ങളുടെ ദൈവമാണ്. നമുക്കുള്ളത് അത്ഭുതങ്ങളുടെ ദൈവമാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവർ പല സ്ഥലങ്ങളിലും തമ്പടിക്കുമായിരുന്നു. ദൈവവചനം എങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുക? അവർ താവളമടിക്കുന്നതിൻ്റെ വെളിയിൽ, അതിൻ്റെ അതിർത്തിയോട് ചേർന്ന് മോശ ഒരു സമാഗമ കൂടാരം ഉണ്ടാക്കുമായിരുന്നു. കർത്താവിൻ്റെ ഹിതമറിയാനായിട്ട് മോശ അവിടേക്ക് കടന്നു ചെല്ലുമായിരുന്നു. മേഘത്തിൻ്റെ രൂപത്തിൽ ദൈവം ഇറങ്ങി വന്ന് ആ കൂടാരത്തിൽ വെച്ച് ഒരു സ്നേഹിതനോടെന്ന പോലെ മോശയോട് സംസാരിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു സിറ്റിയോ ടൗണോ നമ്മൾ കാണുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ താമസിക്കുക ആ സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നടുവിലുള്ള ഭാഗത്താണ്, സെൻറ്ററിലാണ്. എന്നാൽ ഇതാ 10-12 ലക്ഷത്തിൽ കൂടുതലുള്ള ജനങ്ങൾ തമ്പടിക്കുന്ന സമയത്ത് ദൈവം തമ്പടിച്ചിരിക്കുന്നത് അതിൻ്റെ അതിർത്തിയിൽ. നമുക്കറിയാം, ഒരു പട്ടണത്തിൻ്റെ അതിർത്തിയിലാണ്, അതിർവരമ്പിലാണ് പാവപ്പെട്ടവർ താമസിക്കുക, സമൂഹത്തിന് വേണ്ടാത്തവർ താമസിക്കുക, പിച്ചക്കാരൊക്കെ താമസിക്കുക. നമ്മളെല്ലാം വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്നത് അവിടെയാണ്. ദൈവം നിന്റെ ജീവിത വരമ്പിൽ തമ്പടിച്ചിരിക്കുന്നത് നിനക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നീ വിചാരിക്കുന്ന നിമിഷം ഇടപെടാൻ വേണ്ടിയിട്ടാണ്. God pitches his tent on the periphery of your life. നിന്റെ ജീവിതം ഇനി മുമ്പോട്ടില്ല, ഇതാ വഴിമുട്ടിയിരിക്കുന്നു, ഇനി മറ്റൊരു മാർഗമില്ല. ആ അതിർവരമ്പിലാണ്, ആ അതിർത്തി രേഖയിലാണ് ദൈവം തൻ്റെ സമാഗമ കൂടാരം നിർമ്മിച്ചിരിക്കുക.
പ്രിയപ്പെട്ട സഹോദര, നീ ഈ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എങ്കിൽ നിന്റെ അതിർവരമ്പിൽ തമ്പടിച്ചിരിക്കുന്ന കർത്താവിൻ്റെ സമാഗമ കൂടാരത്തിലേക്ക് കടന്നു ചെല്ലുക. വിശ്വസിക്കുക, ഒരു സ്നേഹിതനോടെന്ന പോലെ സ്വർഗത്തിൻ്റെ ദൂതുമായിട്ട്, സ്വർഗത്തിൻ്റെ ഇടപെടലുമായിട്ട് കർത്താവ് ഈ രാത്രിയിൽ നിന്നെ സന്ദർശിക്കും. നായിനിലെ വിധവയുടെ മകന് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആ ജനം അവിടെ നിന്ന് പറഞ്ഞു, അവർ അത്ഭുതപ്പെട്ടു, അവർ സന്തോഷിച്ചു. അതിനുശേഷം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതാ വലിയ ഒരു പ്രവാചകൻ നമ്മെ സന്ദർശിച്ചിരിക്കുന്നു ഈ ദിവസം. ഈ നിമിഷം സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ സന്ദർശിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലാണ് നീ ഇരിക്കുക. എന്ത് പ്രതിസന്ധിയുമായിക്കൊള്ളട്ടെ, എന്ത് പ്രയാസവുമായിക്കൊള്ളട്ടെ, എത്ര വലിയ കടബാധ്യതയുമായിക്കൊള്ളട്ടെ, എന്ത് മാറാരോഗവുമായിക്കൊള്ളട്ടെ, നിന്റെ ഈ അവസ്ഥയിൽ ആത്മഹത്യക്കാണ് ഒരൊറ്റ വഴി എന്ന് നീ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഇതാ നീ മറിച്ചൊന്ന് ചിന്തിക്കുക. ഈ അവസരത്തിലാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് പോകുന്നത്. അതിർവരമ്പിൽ തമ്പടിച്ചിരിക്കുന്ന കർത്താവിൻ്റെ അരികിലേക്ക് നീ ചെല്ലുക. നിന്റെ അവസാന നിമിഷത്തെ, അവസാന പോംവഴിയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവ് തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിൽ ഇടപെടും. സറഫാത്തിലെ വിധവയുടെ ജീവിതത്തിലേക്ക് ഏലിയ പ്രവാചകനിലൂടെ കടന്നു ചെന്ന ദൈവം, റെഗുവേലിൻ്റെ പുത്രി സാറയുടെ ജീവിതത്തിലേക്ക് 7 പ്രാവശ്യം വിധവയായിട്ട് ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയ സാറയുടെ ജീവിതത്തിലേക്ക് തോബിയാസിൻ്റെ രൂപത്തിൽ കടന്നു ചെന്ന ദൈവം, നായിനിലെ വിധവയ്ക്ക് മരിച്ചുപോയ പുത്രനെ ജീവനിലേക്ക് തിരിച്ചു നൽകി നേരിട്ട് ഇടപെട്ട ആ ദൈവം, അതേ ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം ഓരോരുത്തരും ഈ നിമിഷം ഇരിക്കുക. മലാഖിയുടെ പ്രവചനം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം: വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ഹി വിൽ സിറ്റ് ആസ് എ റിഫൈനർ ആൻഡ് പ്യൂരിഫയർ ഓഫ് സിൽവർ. ഉലയിൽ വെള്ളി ശുദ്ധീകരിക്കുക. ആ വെള്ളി ഉലയുടെ മുകളിൽ ആ തീയിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ്. അത് എന്തുമാത്രം ഉരുകിപ്പോകും തോറും ആ വെള്ളിക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണമേന്മ കൂടിക്കൊണ്ടിരിക്കും. എപ്പോഴാണ് ഈ ശുദ്ധീകരിക്കുന്ന വ്യക്തി അത് നിർത്തുന്നത് എന്ന് ചോദിച്ചാൽ, തൻ്റെ മുഖം എപ്പോഴാണോ ഈ വെള്ളിയിൽ പതിയുക, ആ സമയം അദ്ദേഹത്തിന് മനസ്സിലാകും, ഇതാ ഈ വെള്ളി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. മകനെ, മകളെ, നീ ഒന്ന് വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിൽ നീ പ്രയാസത്തിലൂടെ, പ്രശ്നങ്ങളിലൂടെ, പരിഭവങ്ങളിലൂടെ, രോഗത്തിലൂടെ, വേദനയിലൂടെ, നൊമ്പരത്തിലൂടെ ഒക്കെയാണ് കടന്നു പോകുന്നത് എങ്കിൽ ഇതാ ദൈവമാണ് നിന്റെ കരം പിടിച്ചിരിക്കുന്നത്. നീ ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ നീ വിശ്വസിക്കുക, ഒരു നാൾ, ഒരു നിമിഷം ദൈവത്തിൻ്റെ മുഖം നിന്റെ ശരീരത്തിൽ, ഹൃദയത്തിൽ, മനസ്സിൽ, ബുദ്ധിമണ്ഡലങ്ങളിൽ ഒക്കെ തെളിഞ്ഞു വരും. അവനെ നോക്കിയവർ പ്രകാശിതരായി. അതുകൊണ്ട് വിശ്വാസത്തോടെ, പ്രത്യാശയോടുകൂടെ അവനോടൊത്ത് ശുദ്ധീകരണത്തിൽ പങ്കെടുക്കുക. കർത്താവായ ദൈവമേ, ഈ നിമിഷം ഈ വചനം കേൾക്കുന്ന മക്കളിലേക്ക് അവിടുത്തെ വചനത്തിൻ്റെ ശക്തി കടന്നു ചെല്ലട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ഈ നിമിഷം ഓരോരുത്തരിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൻ്റെ വലിയ വിടുതൽ നൽകുന്ന ആശ്വാസം, സമാധാനം, സന്തോഷം ഓരോരുത്തരിലേക്കും കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദി ലോർഡ്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.